മില, ഞാൻ സുഹിത്തേട്ടനെ കാണാൻ പോവാണേ. ഇപ്പം നിനക്ക് ഞാനില്ലാതെ എവിടെ വേണമെങ്കിലും പോവാല്ലേ? ഇപ്പം നിനക്ക് എൻ്റെ ആവശ്യമില്ലല്ലേ? എന്തൊക്കെയായിരുന്നു മുമ്പ്. ഞാനില്ലാതെ എവിടെയും പോവില്ല. ചക്ക മാങ്ങ. എടി, ഞാനന്ന് പറഞ്ഞതൊക്കെ നീ ഏത് രീതിയിലാണ് എടുത്തേക്കുന്നേ? ഇപ്പം ഞാനത് ഫ്രണ്ട്സിനെ കാണാൻ പോകുന്നതാണോ നിനക്ക് ഏറ്റവും വലിയ പ്രശ്നം? അതിനാണോ ഞാൻ അങ്ങനെയൊക്കെ പറയണേ? അതിനാണോ ഞാൻ അങ്ങനെയൊക്കെ പറയണേ? നീ ശരിക്കും ആലോചിച്ച് നോക്കിയേ. ശരി, ഞാൻ എവിടെയും പോകുന്നില്ല. എനിക്ക് പേടിയാമില്ല. എൻ്റെ കുട്ടിക്കാലം മുതലേ വീട്ടിൽ ഞാൻ കണ്ടു വളർന്നതാണ് ഈ വഴക്കും വയ്യാവലിയൊക്കെ. അത് എൻ്റെ ലൈഫിൽ ഒരിക്കലും ഉണ്ടാവരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷെ ഇപ്പം നടക്കുന്നതും അത് തന്നെ. പിന്നെ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ എന്താ കണ്ട് വളർന്നേ? ആരില്ലെങ്കിലും എനിക്ക് നീ ഉണ്ടാവുമെന്ന് ഉറപ്പിച്ചാണല്ലോ ഞാൻ. എന്നിട്ടിപ്പോൾ നീ ഉണ്ടായിട്ട് ഞാനിവിടെ ഒറ്റയ്ക്കാണ്. ഇങ്ങനെ നിസ്സാര കാര്യങ്ങൾ വലുതായി കാണിക്കല്ലേ നീ. നിസ്സാര കാര്യമോ? നിന്റെ വാക്ക് വരെ പ്രവൃത്തി പറയുമ്പോഴേ ഞാൻ അത്ര പ്രശ്നം ഉണ്ടാക്കുന്നേ. നിനക്കല്ലേ അത് മനസ്സിലാവാത്തെ? ഞാൻ നിന്നോട് ഒന്നും പറയാൻ വരുന്നില്ല, ഒന്നും. ശരി, മാറിയിട്ടുണ്ടാവും. മനുഷ്യനല്ലേ, മാറിപ്പോവും. ഓ ചേട്ടാ. എവിടാ ചേട്ടാ, ഇന്ന് എനിക്ക് വരാൻ പറ്റും തോന്നല്ല. ഇവിടെ നിന്നെ കാത്തോടെ നിൽക്കുക, വേറെ പണിക്കൊന്നും പോകാതെ. ഇല്ലേട്ടാ, ഞാൻ ഇറങ്ങിയതായിരുന്നു. പക്ഷേ വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളായിട്ട്. നിനക്ക് എന്തോ ഇതിന് മാത്രം പ്രശ്നം? ഭയങ്കര പ്രശ്നങ്ങളാണ്. എടാ, എനിക്കറിയില്ല, പക്ഷേ കേട്ടിടത്തോളം എനിക്ക് തോന്നുന്നത് നിങ്ങൾ രണ്ടുപേരുടെ ഒരു സൈക്കോളജിസ്റ്റിനെ പോയി കാണുന്നതായിരിക്കും നല്ലത്. സൈക്കോളജിസ്റ്റോ? നോക്കട്ടെ ചേട്ടാ. എന്തായാലും നീ വെച്ച് ലേറ്റ് ആക്കണ്ട. ഓക്കെ, ശരി, ചെയ്യാം. ശരിടാ. ഇല്ല, റെഡിയാവും. നമുക്കൊന്ന് പുറത്ത് പോയിട്ട് വരാം. എങ്ങോട്ട്? എടാ, നമുക്കൊരു സൈക്കോളജിസ്റ്റിനെ ഒന്ന് പോയി കണ്ടാലോ? ഓ, എനിക്ക് പ്രാന്താന്നും കൂടെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണമായിരിക്കും അല്ലേ? എടി, അങ്ങനെയല്ല. നമുക്കിടയിൽ ഇപ്പോൾ എന്താ നടക്കുന്നതെന്ന് നിനക്ക് നന്നായിട്ടറിയാം, എനിക്ക് നന്നായിട്ടറിയാം. അവിടെ ഒരു സജഷൻ എന്ന പോലെ മൂന്നാമതൊരാളുടെ ഒപ്പീനിയൻ എടുക്കുന്നത് എന്തുകൊണ്ട് നല്ലതല്ലേ? നമുക്ക് വേണ്ടിയിട്ടല്ലേ? ഒന്ന് പോവാം നമുക്ക്. അല്ല ഡോ, പോയിട്ട് വരാം. വരൂ രാഹുൽ, ഇരിക്കൂ. രാഹുൽ വിചാരിച്ച പോലെ വെറും ഓവർ തിങ്കിങ് മാത്രമല്ല മിലൻ്റെ പ്രശ്നം. ആൾക്ക് ആങ്ഷ്യസ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ എന്നൊരു ഡിസോർഡറാണ്. ഡോക്ടർ, രാഹുൽ പേടിക്കാനൊന്നുമില്ല. ആൾക്ക് നല്ല സപ്പോർട്ട് കൊടുക്കുക, കെയർ കൊടുക്കുക, ആളുടെ കൂടെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ചിലപ്പോൾ ഒരുപാട് വട്ടം താനിത് പറയേണ്ടി വരും. ചിലപ്പോൾ തനിക്കത് ഫ്രസ്ട്രേറ്റിംഗ് ആയിരിക്കും, മടുത്തു എന്നൊക്കെ വരും. എങ്കിലും അത് റിപ്പീറ്റ് ചെയ്യുക. പ്രോമിസസും കമ്മിറ്റ്മെൻറ്റ്സും ഒക്കെ പാലിക്കുക. ശരിക്കും ഇത്തരക്കാരെന്ന് പറയുന്നത് അവരൊരുപാട് ഇൻഡിപെൻഡൻ്റായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. മറ്റുള്ളവരുടെ അണ്ടറിലല്ലാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ. അതുകൊണ്ട് തന്നെ അവർ ആൾക്കാരെ ട്രസ്റ്റ് ചെയ്യാനും അറ്റാച്ച്ഡ് ആവാനും ഒക്കെയുള്ള സാധ്യത എന്ന് പറയുന്നത് ഭയങ്കര കുറവായിരിക്കും. ആ ലോകത്തേക്കാണ് രാഹുൽ എത്തുന്നത്. ബട്ട് വൺസ് ഇവർ അറ്റാച്ച്ഡ് ആയ അവരുടെ ആ ലോകം എന്ന് പറയുന്നത് തന്നെ ആ ആളായിരിക്കും. അപ്പം മിലൻ്റെ കാര്യത്തിൽ രാഹുൽ എന്ന പോലെ. അപ്പോൾ നിങ്ങളുടെ കാര്യത്തിലൊക്കെ അവർ ഭയങ്കര ഒബ്സസ്ഡ് ആയിരിക്കും. നിങ്ങളുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ അവരെ ബോധർ ചെയ്യുന്നുണ്ടാവും. സ്നേഹം മാത്രമാണ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, കൂടുതലൊന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ആ സ്നേഹം കിട്ടാൻ വേണ്ടി അവർ എന്തും ചെയ്യും. ഇപ്പോൾ താങ്കൾ എടുക്കുന്ന പോലെ തന്നെ സ്ട്രഗിൾ മിലനും എടുക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സേഫ് ആണെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി മാത്രമാണ്. രാഹുലിൻ്റെ ലൈഫ് ഇല്ലാണ്ടാകണമെന്നോ രാഹുലിൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ഇല്ലാണ്ടാവണമെന്നോ അല്ല ഞാൻ പറയുന്നത്. രാഹുലിൻ്റെ കാര്യങ്ങൾക്ക് രാഹുൽ പോകണം, ഫ്രണ്ട്സായിട്ട് സംസാരിക്കാനൊക്കെ പോകണം, ഒറ്റയ്ക്ക് സ്പെൻഡ് ചെയ്യുകയൊക്കെ വേണം. പക്ഷെ പുറത്ത് പോകുന്ന ടൈമിൽ നിങ്ങളുടേതായിട്ടുള്ള ലവ് ലാംഗ്വേജ് ഉണ്ടല്ലോ, അതിൽ പോവാണെന്ന് പറയാം, തിരിച്ച് പെട്ടെന്ന് വരാമെന്ന് പറയാം, ഇടയ്ക്കൊക്കെ ഒന്ന് വിളിച്ചന്വേഷിക്കുക. ഇത്രയൊക്കെ ചെയ്താൽ മതി. ആൾ ഭയങ്കര ഹാപ്പി ആവും. ആളും ഇതൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ. എന്താണ് ഇതിൻ്റെ റീസൺ എന്ന് അറിയാൻ? മിലനെ സംബന്ധിച്ചിടത്തോളം മിലൻ ഒരുപാട് ചൈൽഡ്ഹുഡ് ട്രോമാസ് ഉണ്ട്. മാത്രമല്ല മിലന് വേണ്ട രീതിയിൽ അമ്മയുടെ സ്നേഹമോ കൺസേണോ ഒന്നും കിട്ടിയിട്ടില്ല. അത് ആ കുട്ടീനെ നന്നായിട്ട് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അമ്മ തന്നെ സ്നേഹിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട് ആ കുട്ടി. പക്ഷെ അവളൊന്നും ഒറ്റയ്ക്കായിരുന്നു.
ആ ഒറ്റപ്പെടൽ അവളെ നന്നായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അത്രയും സ്നേഹം കിട്ടാതെ ഇത്രയും നാൾ വളർന്നു വന്നിട്ട് ആ സ്നേഹമെല്ലാം രാഹുലിൻ്റെ അടുത്തുനിന്ന് കിട്ടുമ്പോൾ രാഹുലിൻ്റെ അടുത്ത് വൾണറബിളായി പോകും. പക്ഷേ ഇതൊക്കെ സ്നേഹക്കൂടുതലുകൊണ്ടാണ് രാഹുൽ. ആ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കേണ്ടത് രാഹുലിൻ്റെയും കൂടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇപ്പോൾ പെട്ടെന്ന് രാഹുൽ ദേഷ്യം വരുമ്പം ആളുടെ അടുത്ത് ദേഷ്യപ്പെടുകയോ ബഹളം വെക്കുകയൊക്കെ ചെയ്താൽ അത് അവളെ അഫക്റ്റ് ചെയ്യുന്നതിന് വേറൊരു രീതിയിലായിരിക്കും. ചിലപ്പോൾ ഭയങ്കര ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ആയിരിക്കും ആൾക്ക് കിട്ടുക. ചിലപ്പോൾ ഇത് ഡിപ്രഷനിലേക്കും ഫ്യൂച്ചറിലാണ് ഞാൻ പറയുന്നത്, ചിലപ്പോൾ ഡിപ്രഷനിലേക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ജീവന് തന്നെ ആപത്ത് വരുത്തുന്ന രീതിയിലേക്ക് പലതിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. ശരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെ പോകണം എന്നുള്ളത് ഇപ്പോൾ രാഹുൽ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നതിൻ്റെ കൂടെ ബേസിസിലായിരിക്കും. മിലൻ ഇരിക്കും. കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് ഫ്രീ ആയോ മിലൻ? അപ്പോൾ ഇനി രണ്ടുപേരും ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. ദിവസം വൈകുന്നേരം 1 മണിക്കൂറെങ്കിലും നിങ്ങൾ ഒരുമിച്ചിരുന്നൊന്ന് സംസാരിക്കുക. നിങ്ങളുടെ ഫോണും ടി വിയും ഒക്കെ മാറ്റി നിർത്തി അന്നന്നത്തെ കുഞ്ഞു വിശേഷങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഒന്ന് പങ്കുവയ്ക്കുക. പിന്നെ വീക്ക്ലി വൺസ് ഒന്ന് പുറത്ത് പോവുക, ഫുഡ് കഴിക്കുക, ഷോപ്പിങ്ങിന് പോവുക, സിനിമ കാണുക. അങ്ങനെ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ സ്പെൻഡ് ചെയ്യുക. ലൈവായിട്ടിരിക്കാൻ ശ്രമിക്കുക. പ്രശ്നങ്ങൾ എല്ലാ കപ്പിൾസിൻ്റെയും ലൈഫിലുണ്ടാവും. പക്ഷെ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് ഓപ്പൺലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ചിലപ്പോൾ വൾണറബിൾ ആവുന്ന പോയിന്റ് ആയതുകൊണ്ട് ചിലപ്പോൾ ബഹളം വെച്ചൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതല്ലാണ്ട് ഒന്ന് കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ട് എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തതെന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ മറ്റേ ആൾ ശ്രദ്ധിച്ച് കേൾക്കാനും അത് മനസ്സിലാക്കാനും ശ്രമിക്കുക. നിങ്ങളുടെ പാർട്ട്ണറിനെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്നൊരു കോൺഫിഡൻസ് വരുമ്പോൾ തന്നെ പാതി പ്രശ്നങ്ങൾ മാറും. അപ്പോൾ ഇനി നിങ്ങളുടെ അപ്ഡേറ്റ്സും ഈ ഒരു വീക്കിൽ വരുന്ന അപ്ഡേറ്റ്സും നിങ്ങളുടെ പ്രോഗ്രസ്സും നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ജേർണലൈസ് ചെയ്തിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാം. ഓക്കെ, താങ്ക് യു. ഞാൻ പുറത്തോട്ട് വരട്ടെ? വരുന്നോ? വരുന്നില്ല? എന്തെങ്കിലും വാങ്ങണോ? വേഗം വന്നാൽ മതി. പോയിട്ട് വരാം. ചിലതൊക്കെ അങ്ങനെയാണ്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ എളുപ്പമായിരിക്കും നമ്മുടെ പാർട്ട്ണറിനെ ഹാൻഡിൽ ചെയ്യാൻ. ഒന്ന് കേൾക്കാനും മനസ്സിലാക്കാനും തയ്യാറായാൽ മാത്രം മതിയാവും. പാവം, ഇതിനിടയിൽ അവൾ എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവുമെന്ന് അവൾക്ക് മാത്രം അറിയാം. എന്തായാലും എൻ്റെ ലൈഫ് ഇപ്പോൾ ഹാപ്പിയാണ്. ഞങ്ങളെപ്പോലെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങളെപ്പോലെ സ്നേഹിക്കാനും ഞങ്ങൾക്ക് മാത്രമേ പറ്റൂ.